നാസയുടെ ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർലൈനർ ഭ്രമണപഥത്തിലെത്തി. പൈലറ്റായ സുനിത വില്യംസും കമാൻഡറായ ബുച്ച് വിൽമോറും ഒരാഴ്ച നിലയിൽ തങ്ങും. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വരദ TP ചേരുന്നു. വരദ, കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന മറ്റു വിവരങ്ങൾ? ഏറ്റവും പുതിയ ബഹിരാകാശ ദൗത്യമായിട്ടുള്ള ബോയിംഗ് സ്റ്റാർലൈനറാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ടാണ് ഈ പേടകം ബഹിരാകാശത്തെത്തിയത്. ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും കലിപ്സോ എന്നുള്ള ബഹിരാകാശ കപ്പലിലാണ് ഈ പരിക്രമണ ലാബിലേക്ക് എത്തിയത്. 7 ദിവസം അവർ അവിടെ തങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. പല പ്രതിസന്ധികളും ഈ പേടകം വിക്ഷേപണം ചെയ്യുന്ന സമയത്ത് നേരിടേണ്ടി വന്നിരുന്നു. ഹീലിയം ചോർച്ച, അതുപോലെ ഡോക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരം പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്താണ് ബോയിംഗ് സ്റ്റാർലൈനർ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നത്. സുനിത വില്യംസ് ഇന്ത്യക്കാരിയായിട്ടുള്ള സുനിത വില്യംസ് ഈ ദൗത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയാവുന്ന മറ്റൊരു കാര്യം. സുനിതയുടെ 3ാമത്തെ ദൗത്യമാണിത്. അപ്പോൾ 7 ദിവസം നിലയത്തിൽ തങ്ങിയതിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിയേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വരദ TP ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.